നല്ല മൂത്ത മാങ്ങ കിട്ടിയപ്പോൾ നമ്മൾ വേഗം പോയിട്ട് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കട്ട് ചെയ്ത് വെച്ച്. അപ്പോൾ പാൻ ചൂടായി നമ്മൾ നല്ലെണ്ണ ഒഴിച്ചിട്ട് കടുകും ഉലുവയും പൊട്ടിച്ചെടുത്ത് അപ്പോൾ നന്നായി പൊട്ടി വന്നതിന് ശേഷം നമ്മൾ കറിവേപ്പില ഇട്ട് പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായ പൊടികൾ മഞ്ഞൾപ്പൊടി, മുളകും പൊടി, അച്ചാർ പൊടി ഇതൊക്കെ നമ്മളുടെ മാങ്ങയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് എടുക്കാം കേട്ടോ. പിന്നെ കായപ്പൊടിയും എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളത് വഴറ്റി വെച്ചേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പച്ചമുളകൊന്ന് മാറണ വരെ ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് നമുക്കതിൽ വിനെഗർ ഒഴിക്കുക. സ്വർക്കം ഒഴിച്ചതിൻ്റെ ശേഷം ആവശ്യമുള്ള സ്വർക്കം ഒഴിച്ചതിൻ്റെ ശേഷം ഒന്ന് അത്യാവശ്യം നന്നായി തിളപ്പിച്ചെടുത്തതിൻ്റെ ശേഷം പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച് നല്ല മൂത്ത മാങ്ങയുടെ ഇപ്പോൾ മാങ്ങ സീസണല്ലേ, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉപ്പ് നോക്കി കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് വേവിച്ചതിൻ്റെ ശേഷം നമ്മൾ മാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ റിവ്യൂ കേട്ടതിൻ്റെ ശേഷം എല്ലാവരും ഉണ്ടാക്കി വെക്കുക. നല്ല